ഹജ്ജ് നമുക്ക് തരുന്ന അഞ്ചാമത്തെ മെസ്സേജ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും കുടുംബവും നടന്ന വഴികളിലൂടെ നിങ്ങൾ നടക്കണമെന്ന സന്ദേശമാണ്. ഹജ്ജിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഇബ്രാഹിമി കുടുംബത്തിന്റെ ഓർമ്മകളാണ്. സംസം എന്താ നമ്മളോട് പറയുന്നത്? മക്ക എന്ന മരുമണ്ണിൽ തനിച്ചായി പോയ ഒരു ഉമ്മയുടെയും മകന്റെയും കഥയാണ്. ഹാജറിന്റെയും ഇസ്മായിലിന്റെയും ചരിത്രമാണ് സംസം നമ്മളോട് വിളിച്ചോതുന്നത്. സഫക്കും മർവക്കും ഇടയിലുള്ള സഈ നമ്മളോട് പറയുന്നത് ഒരു ഉമ്മയുടെ മനസ്സിന്റെ നൊമ്പരവും നോവും വേദനയുമാണ്. ഹാജർ റളിയല്ലാഹു അൻഹയുടെ ചരിത്രമാണ് സഈ നമ്മളോട് പറയുന്നത്. കഅബാലയം നമ്മളോട് പറയുന്നത് അള്ളാഹുവിന് കീഴൊതുങ്ങിയ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഇസ്മായിൽ നബിയുടെയും ചരിത്രമാണ്. മിന നമ്മളോട് പറയുന്നത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് സ്വന്തം മകനെ അറുക്കാൻ കൊണ്ടുപോകുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ആ കൽപ്പന അനുസരിക്കാൻ ഒട്ടും മടി കാണിക്കാത്ത ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ചരിത്രമാണ്. ആ കുടുംബത്തെ നമ്മൾ എത്രയാണ് ഓരോ ദിവസവും ഓർത്തുകൊണ്ടിരിക്കുന്നത്. 5 നേരത്തെ നിസ്കാരങ്ങളിൽ ആ കുടുംബത്തെ നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കുന്നു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സരണിയും മാർഗവും പിൻപറ്റാനാണ്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും കുടുംബത്തിന്റെയും ത്യാഗ സമ്പൂർണമായ ഓർമ്മകളാണ് ഹജ്ജ് നമുക്ക് പകർന്നു തരുന്നത്. അള്ളാഹു മില്ലത്ത് ഇബ്രാഹിം മുറുകെ പിടിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലടിപ്പാടുകൾ പിന്തുടർന്ന് മുന്നോട്ട് സഞ്ചരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ.